പുതിയവിള മസ്ജിദുൽ മഗ്ഫിറ ആൻഡ് ദാറുസലാം മദ്രസ പരിപാലന സമിതിയുടെ ആഭിമുഖ്യത്തിൽ മദ്രസ നവീകരണത്തിന്റെ ഭാഗമായി പുളിമുക്ക് ഫാബ്സ് ഓഡിറ്റോറിയത്തിൽ വെച്ച് കുടുംബസംഗമം നടത്തി. നിസാമുദ്ദീൻ അമ്മാനി അൽ ചിസ്തി ആറാട്ടുപുഴ ഉദ്ഘാടനം നിർവഹിച്ചു. പുതിയവിള മസ്ജിദുൽ മഗ്ഫിറ ആൻഡ് ദാറുസലാം മദ്രസ പരിപാലന സമിതിയുടെ ആഭിമുഖ്യത്തിൽ മദ്രസ നവീകരണത്തിന്റെ ഭാഗമായി പുളിമുക്ക് ഫാബ്സ് ഓഡിറ്റോറിയത്തിൽ കുടുംബസംഗമം സംഘടിപ്പിച്ചു. പരിപാലന സമിതി പ്രസിഡന്റ് ജലീൽ നജ്ലാസ് അധ്യക്ഷത വഹിച്ച ചടങ്ങ് നിസാമുദ്ദീൻ അമാനി അൽ ചിസ്തി ആറാട്ടുപുഴ ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി അഷ്റഫ് കോയാക്കുട്ടി ചെട്ടിച്ചാലിൽ സ്വാഗതം പറഞ്ഞു. പാണക്കാട് സയ്യിദ് ഹൈനാസ് അലി ശിഹാബ് തങ്ങൾ ദുആയ്ക്ക് നേതൃത്വം നൽകി. ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവിധ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും രോഗങ്ങളും എല്ലാം അവൻ്റെ പരിപൂർണമായ സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഈ സദസ്സിനെ അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. പരിശുദ്ധമായ അല്ലാഹുവിൻ്റെ ദീനീ വിജ്ഞാനം പകർന്നു കൊടുക്കുന്ന മദ്രസ സംവിധാനം ഒരുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരുമിച്ച് കൊണ്ടിട്ടുള്ളത്. അതിൻ്റെ പൂർത്തീകരണം വളരെ വേഗത്തിൽ നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് തന്നെ പൂർത്തീകരിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അതിന് സംഭാവന എഴുതിയ ആളുകൾ, അതുമായി സഹകരിച്ച ആളുകൾ, അവരുടെ ഉദ്ദേശങ്ങളും പ്രവർത്തനങ്ങളും അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അതിൻ്റെ പരിപൂർണമായ വിജയം അല്ലാഹു എളുപ്പമാക്കി തരികയും അതിനാവശ്യമായ സഹായങ്ങളും സഹകരണങ്ങളും ഒക്കെ ജനങ്ങളിലും എത്തിച്ചു തരികയും ചെയ്യുമാറാകട്ടെ. ദുരന്തം അനുഭവിച്ച ആളുകൾക്ക്, ദുരിതം അനുഭവിച്ച ആളുകൾക്ക് ക്ഷമയും സമാധാനവും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിൻ്റെ, പരിശുദ്ധമായ ഖുർആനിന് അതിൻ്റെ വെളിച്ചം മാലോകർക്ക് പകർന്നു കൊടുക്കാനുള്ള ഒരു ദീനീ വിജ്ഞാന സംരംഭം മദ്രസ സംവിധാനം ആധുനിക രീതിയിൽവൽക്കരിച്ച് നിർമ്മിക്കുന്നതിൻ്റെ ആവശ്യാർത്ഥമാണ് നമ്മളിവിടെ ലഭിച്ചു കൊണ്ടിരിക്കുന്നത്. വളരെ മനോഹരമായി കൊണ്ട് തന്നെ ഈ പ്രദേശവാസികൾ, മഹല്ല് നിവാസികൾ അതുമായി സഹകരിക്കുകയും അതിൻ്റെ പൂർത്തീകരണത്തിന് തന്നാൽ കഴിയുന്നതെല്ലാം അകമടിഞ്ഞ് ചെയ്യാമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത ഒരു സദസ്സിലാണ് നമ്മൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മസ്ജിദ് ഖതീം ഉവൈസ് ഫൈസി പതിയാങ്കര വിഷയാവതരണം നടത്തി. ഖത്തർ സർവകലാശാലയിൽ സ്കോളർഷിപ്പ് ലഭിച്ച് ഉപരിപഠനത്തിന് ഖത്തറിലേക്ക് യാത്ര തിരിക്കുന്ന മസ്ജിദ് ഇമാമും അധ്യാപകനുമായ ഉവൈസ് ബിൻ ഷിഹാബിന് യാത്രയപ്പും ഉപഹാരവും നൽകി. നമ്മുടെ നാടിന്റെ സൗഹാർദ്ദപരമായ, മതപരമായ, സാമൂഹികപരമായ പുരോഗതിക്ക് വേണ്ടി നമ്മൾ തുടക്കമിടുന്ന ഈ വലിയൊരു പദ്ധതി നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്ന പുതിയ തലമുറ മതബോധമുള്ള, സാംസ്കാരിക ബോധമുള്ള, രാജ്യത്തോട് പ്രതിബദ്ധതയുള്ള നല്ലൊരു തലമുറയായി വളർന്നു വരാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അത്തരത്തിൽ വളർന്നു വരുന്ന പുതിയ തലമുറയെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടി മനോഹരമായ ഒരു കെട്ടിടം, മദ്രസ കെട്ടിടം നമുക്ക് നമ്മുടെ മനസ്സിലെ സ്വപ്നമാണ്. അടുത്ത പരിശുദ്ധമായ റമദാൻ കഴിയുന്നതിന് മുമ്പ് നമ്മുടെ മദ്രസയുടെ പണി പൂർത്തീകരിക്കേണ്ടത് നമ്മുടെ അനിവാര്യതയാണ്. നമ്മുടെ മക്കൾ നമ്മുടെ മദ്രസയിലേക്ക് വരുമ്പോ ആ മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് കളിക്കാൻ പാർക്കുണ്ടാകണം. കൃത്യമായ ഡിജിറ്റൽ സംവിധാനത്തിലൂടെ സ്മാർട്ട് ക്ലാസ് റൂമുകൾ ഉണ്ടാകണം. പരിശുദ്ധമായ ഖുർആനിന്റെ ആദ്യ പ്രഖ്യാപനം പോലെ നമ്മുടെ മക്കൾക്ക് ഒഴിവ് കിട്ടുന്ന സമയം വായിക്കാൻ ലൈബ്രറി ഉണ്ടാകണം. അങ്ങനെ 100,000 സ്വപ്നങ്ങളുമായി ഈ പദ്ധതിയിലേക്ക് നമ്മൾ ഇറങ്ങിത്തിരിക്കുകയാണ്. ആദ്യഘട്ടം എന്നോണം നമ്മളെല്ലാ ആളുകളോടും ഈ പദ്ധതിയെ പറ്റി പറഞ്ഞു. അതിനുശേഷം കോർണർ മീറ്റിംഗിൽ വിളിച്ചു ചേർത്തുകൊണ്ട് ആ കോർണർ മീറ്റിംഗിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളുടെ കയ്യിലും നമ്മളൊരു ഫോം കൊടുത്തു. ആ ഫോം കൊടുത്തതിന് ശേഷം 3ാം ഘട്ടമായിട്ടാണ് നമ്മുടെ കുടുംബ സംഗമം നടത്തിയിട്ടുള്ളത്. പരിപാലന സമിതി അംഗം ഹാഷിം പള്ളയത്ത് ചടങ്ങിന് നന്ദി പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.